പ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടി ഈ ഒരർത്ഥത്തിൽ നല്ലവരാക്കാൻ ഉമ്മമാരെ ഉപ്പമാരെ അതൊരു ബാധ്യതയായിട്ട് നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഖബറിൽ നിന്ന് നമ്മളെല്ലാവരും എഴുന്നേറ്റ് മഹ്ശറിൽ വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ മഹ്ശറിൽ വരുന്ന അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നല്ല മക്കളാണ് എങ്കിൽ ആ മഹ്ശറിൽ അവരെല്ലാവരും സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കും, സ്നേഹത്തോടെ അവർ പരസ്പരം സംസാരിക്കും. ഖുർആൻ പറയുന്നുണ്ട്, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അവിടെ വാപ്പായെ കാണും, അവിടെ ഉമ്മായെ കാണും, അവിടെ ഉപ്പയെ കാണും, എല്ലാവരെയും കാണും. അതല്ല, വാപ്പയെ അകറ്റിയവനാണെങ്കിലോ, മക്കളെ തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ടവനാണെങ്കിലോ, ഒരു വഖത്ത് പോലും മക്കൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാത്ത ഉപ്പയാണെങ്കിലോ, നിസ്കാരം കൽപ്പിക്കാത്ത ഉമ്മയാണെങ്കിലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. സഹോദരനിൽ നിന്ന് ഓടി അകലുകയാണ്, ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, വസാഹിബതിഹി തന്റെ ഭാര്യയിൽ നിന്ന് ഓടി അകലുകയാണ്, വബനീ തന്റെ മക്കളിൽ നിന്ന് ഓടി അകലുകയാണ്.